നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. സ്നേഹത്തോടെയും സന്തോഷത്തോടെയും അവർ ആർത്തു വിളിച്ചു, ഭാരത് മാതാ കി ജയ്. കാലങ്ങളായി അനുഭവിച്ചു വന്നിരുന്ന ദുരിതത്തിന് അറുതി വന്നിരിക്കുകയാണ്. ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ച പൗരത്വ നിയമ ഭേദഗതി രാജ്യത്ത് നടപ്പാക്കി തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. തിരഞ്ഞെടുപ്പ് പൂർത്തിയാകുന്നതിന് മുന്നേ തന്നെ CAA നടപ്പിലാക്കുമെന്ന് കേന്ദ്രമന്ത്രിയായ അമിത്ഷാ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നതാണ്. CAA നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ അപേക്ഷ നൽകിയ 14 പേർക്കാണ് പൗരത്വം നൽകിയത്. കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി അജയ് ധല്ലയാണ് പൗരത്വ സർട്ടിഫിക്കറ്റ് കൈമാറിയത്. 108 പാക് ഹിന്ദുക്കൾക്കാണ് ഭാരതത്തിന്റെ കൈത്താങ് ലഭിച്ചിരിക്കുന്നത്. ജോധ്പൂരിൽ നടന്ന ചടങ്ങിൽ ജില്ലാ കളക്ടർ രവികുമാർ സുർപൂർ പാകിസ്ഥാനിൽ നിന്ന് പലായനം ചെയ്ത് ഇന്ത്യയിലെത്തിയ പാക് ഹിന്ദുക്കൾക്ക് പൗരത്വം വിതരണം ചെയ്തു. സന്തോഷാശ്രു പൊഴിച്ച് ഭാരതാംബയ്ക്ക് ജയ് വിളിച്ചായിരുന്നു തങ്ങൾക്ക് രാജ്യം നൽകിയ കൈത്താങ്ങിനെ അവർ ആദരവ് പ്രകടിപ്പിച്ചത്. 2016 ഡിസംബറിലായിരുന്നു ഇവർക്ക് പൗരത്വം അനുവദിച്ചത്. ഇനി 6000-ഓളം പേർ പൗരത്വത്തിന് അപേക്ഷ കാത്തിരിപ്പുണ്ട്. ഇനിയുള്ള നടപടികൾ പുരോഗമിക്കുന്നതായും ജില്ലാ കളക്ടർ പറഞ്ഞു. 2019 ഡിസംബറിലാണ് പൗരത്വ നിയമ ഭേദഗതി ലോക്സഭ പാസാക്കിയത്. 2020 ജനുവരി 10 നിയമം നിലവിൽ വന്നെങ്കിലും ചട്ടങ്ങൾ രൂപീകരിക്കാത്തതിനാൽ നടപ്പിലാക്കിയില്ലായിരുന്നു. CAA ചോദ്യം ചെയ്തുള്ള വിവിധ ഹർജികൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലെത്തിയ ഹിന്ദു, സിഖ്, ജെയിൻ, ക്രിസ്ത്യൻ, ബുദ്ധ, പാഴ്സി മതവിശ്വാസികൾക്ക് പൗരത്വം നൽകുന്നതിനുള്ള നിയമ ഭേദഗതിയാണ് പാർലമെന്റ് പാസാക്കിയിരിക്കുന്നത്. 2014 ഡിസംബർ 31 മുൻപ് ഇന്ത്യയിൽ എത്തിയവർക്കാണ് പൗരത്വത്തിനായി അപേക്ഷ നൽകാൻ കഴിയുകയെന്നാണ് നിയമത്തിൽ വ്യവസ്ഥ പറഞ്ഞിട്ടുള്ളത്. മാർച്ച് 11 CAA നടപ്പിലാക്കുന്നതിനുള്ള ചട്ടങ്ങൾ കേന്ദ്രം വിജ്ഞാനം പുറപ്പെടുവിച്ചത്. ഇതിന് പിന്നാലെയാണ് പൗരത്വം നൽകുന്നതിനുള്ള നടപടികൾ കേന്ദ്രം ആരംഭിച്ചതും. CAA നടപ്പിലാക്കിയില്ല എന്ന് കേരളവും പശ്ചിമ ബംഗാളും ഒരേ സ്വരത്തിൽ പറഞ്ഞിരുന്നു. എന്നാൽ ഇതെല്ലാത്തിനെയും മറികടന്നാണ് ഇപ്പോൾ പൗരത്വ നിയമം നടപ്പിലാക്കിയിരിക്കുന്നത്. 6 ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഈ പൗരത്വത്തിന് അർഹരായിട്ടുള്ളവരാണ്. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ പീഡനം അനുഭവിക്കുന്ന ഹിന്ദു, ക്രിസ്ത്യൻ, സിഖ്, ജൈന, ബുദ്ധ, പാഴ്സി എന്നീ 6 ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ഇന്ത്യൻ പൗരത്വം നൽകാനുള്ള നിയമമുണ്ട്. 2014 ഡിസംബർ 31 അതിനു മുൻപോ ഇന്ത്യയിൽ വന്നവരിൽ നിന്നാണ് പോർട്ടൽ വഴി ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷ സ്വീകരിക്കുന്നത്. 5 വർഷമായി ഇന്ത്യയിൽ താമസിക്കുന്നവർക്കാണ് അർഹത. മുൻപ് ഇത് 11 വർഷമായിരുന്നു. ഈ വിഭാഗങ്ങളിൽ നിന്ന് ഇന്ത്യൻ പൗരത്വത്തിനായി ഇതുവരെ 25,000-ലേറെ അപേക്ഷകൾ പോർട്ടലിൽ ഇപ്പോൾ തന്നെ ലഭിച്ചിട്ടുണ്ട്. മുന്നേ പറഞ്ഞത് 2016 കണക്കാണ്. ഇപ്പോൾ പറയുന്നത് 2024 കണക്കനുസരിച്ചിട്ടാണ്. ഇതെല്ലാം നിലനിൽക്കെ തന്നെ പൗരത്വ നിയമ ഭേദഗതി രാജ്യത്ത് പ്രാബല്യത്തിൽ വരുന്നതിന് പിന്നാലെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് പല കോണുകളിൽ നിന്നായി ഉണ്ടായത്. പ്രത്യേകിച്ച് കേരളത്തിലെ പൊതുവെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഇതിന് എതിരായിരുന്നു. ഇത് ന്യൂനപക്ഷ വോട്ട് ബാങ്ക് പ്രീണനമാണെന്ന് BJP പറഞ്ഞിരുന്നു. ഇപ്പോൾ പൗരത്വ നിയമ ഭേദഗതി കൊണ്ടുവന്നതിന് ശേഷം ഇത് ട്രോളന്മാർ ഏറ്റെടുത്തിരിക്കുകയാണ്. നിലവിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്വകാര്യ ആവശ്യങ്ങൾക്കായി ടൂറിലാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി പല ആവർത്തി എടുത്തു പറഞ്ഞിരുന്നു പൗരത്വ നിയമം രാജ്യത്ത് നടപ്പാക്കാൻ അനുവദിക്കില്ല എന്ന്. പല പ്രക്ഷോഭങ്ങളും പല കോണുകളിൽ നിന്നും പൊട്ടിപ്പുറപ്പെട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ ട്രോളന്മാർ പറഞ്ഞിരിക്കുന്ന ചില കമന്റുകൾ നമുക്കൊന്ന് നോക്കാം. ഏറ്റവും കൂടുതൽ ശാഠ്യം പിടിച്ചത് ഇപ്പോൾ മുഖ്യനായിരുന്നു. മുഖ്യൻ ഇപ്പോൾ പവനായി, ശവമായി. മതിയായ രേഖകൾ സമർപ്പിച്ചാലും കേരളത്തിലെ ആർക്കും ഭാരത പൗരത്വം കൊടുക്കില്ല എന്ന് ആയിരുന്നു പവനായി അന്ന് പറഞ്ഞത്. എല്ലാം കേന്ദ്രം ഇപ്പോൾ പൊളിച്ചെഴുതിയിരിക്കുകയാണ്. ഞങ്ങളുടെ മുഖ്യമന്ത്രി ഇല്ലാത്ത സമയം മോദി പൗരത്വം അനുവദിച്ചത് ഭയം കൊണ്ട്. ഉണ്ടായിരുന്നെങ്കിൽ കാണാമായിരുന്നു. മോദിജിക്ക് ഇത്ര പേടിയാണോ എന്നിങ്ങനെയാണ് ട്രോളന്മാരുടെ പരിഹാസം. എന്തായാലും മുഖ്യമന്ത്രിയെ എടുത്തിട്ടങ്ങ് കുടയുന്നുണ്ട് ഈ ഒരു കാര്യത്തിൽ.